ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിയുടെ ഫസ്റ്റ് സെമ്മിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഒരു സോറി പറഞ്ഞോട്ടെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ എക്സാം ഇന്നാണെന്നാണ് എൻ്റെ ധാരണ. അത് അടുത്ത ആഴ്ചയിലാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളിലൂടെ അപ്പോൾ നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോഴല്ലേ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ കമൻറ്റിലൂടെ വിവരങ്ങൾ അറിഞ്ഞു. ശരിക്കും ഞാൻ ഇന്നാണ് എക്സാം എന്നുള്ള ധാരണയിലാണ്. ഇന്നലെ ലാസ്റ്റ് ക്ലാസ് എന്ന രീതിയിലാണത് പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് സമയമുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാമെന്ന് ചിന്തിച്ചു കേട്ടോ. അതേപോലെ മറ്റൊരു കാര്യം, നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് യൂണിറ്റ് ചെയ്തെന്ന് പറയണില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ബ്ലോക്കും യൂണിറ്റും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിൻ്റെ വളരെ വിശദമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുന്നേ വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗം വന്നോണം നിങ്ങൾ ഈ ചോദ്യോത്തരങ്ങൾ അത് വെച്ചിട്ട് പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ അതൊന്നും പറയാതെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് അങ്ങനെ പോയത് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ക്ലാസ്സിലേക്ക് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജീൻ്റെ 4ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റിനെ മെയിൻ ആസ്പദമാക്കിക്കൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് പറയുന്നത്. അപ്പം വ്യക്തമാവുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അതിനൊക്കെ സോറി. അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. മലയാളം നോട്ട്സ്, പെയ്ഡ് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഫസ്റ്റ് സെം ആയാലും സെക്കൻഡ് സെം ആയാലും ഒക്കെ മുൻ വീഡിയോസിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ വരിക കേട്ടോ. വിളിക്കേണ്ട, നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം എന്താ ക്വസ്റ്റ്യൻസ് വരിക. വാട്ട് ഈസ് സോഷ്യൽ കൺഫോമിറ്റി, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്സ് ആൻഡ് റീസൺസ്, അങ്ങനെ ചോദിക്കും. അപ്പോൾ എന്താണ് സോഷ്യൽ കൺഫോമിറ്റി, എന്താണ് സാമൂഹിക അനുരൂപത? സാമൂഹിക അനുരൂപത എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായ രൂപത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ആ സമൂഹം നമ്മളെ കൂടി അംഗീകരിക്കുന്നതാവാൻ വേണ്ടിയിട്ട് ആ സമൂഹത്തിനനുസൃതമായി നമ്മളുടെ പെരുമാറ്റത്തിൽ നമ്മൾ മാറ്റം വരുത്തുന്നതാണ് എന്ത് അനുരൂപത. അതിന് അനുരൂപമാക്കി മാറ്റുക എന്ന് പറയില്ലേ നമ്മൾ. ഇപ്പോൾ ഒരു സംഗതിയോട് തുല്യമാക്കി മാറ്റുക, അത് തന്നെയാണ് ഇവിടെ സത്യത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാൻ, ആ പരിസ്ഥിതിയുമായിട്ട് നമുക്ക് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പെരുമാറ്റ രീതിയാണ് എന്ത് അനുരൂപത എന്ന് പറയുന്നത്. വ്യക്തികൾ അവരുടെ സാമൂഹിക പരിസ്ഥിതിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് സാമൂഹിക സ്വാധീനത്താൽ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ പെരുമാറ്റം, മനോഭാവം, മൂല്യങ്ങൾ എന്നിവയിലൊക്കെ മാറ്റം വരുത്താറുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഗതിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മളങ്ങനെ കണ്ടമാനം ഉപദേശിക്കുന്നുണ്ടാവും, നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായിരിക്കും. പക്ഷെ അത്ര ഉപദേശം നമുക്കൊരിക്കലും, നമ്മൾ കുറച്ച് മുതിർന്നാൽ പിന്നെ നമ്മൾ പഠിച്ചിട്ട് തന്നെ ഉണ്ട് സോഷ്യോളജിയിൽ അല്ലേ, അഡോളസൻസിൽ പ്രായത്തിലെത്തി കഴിഞ്ഞാൽ ആരുടെ ഉപദേശവും നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളത് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കാണെങ്കിൽ പോലും ആ വ്യക്തിയോടുള്ള നമ്മുടെ ബഹുമാനം കൊണ്ടാവാം, അല്ലെങ്കിൽ ആ വ്യക്തിയും നമ്മൾ ഉൾക്കൊള്ളുന്ന അപ്പത്തെ ആ സാഹചര്യത്തിന് അത് അംഗീകരിക്കായിരിക്കും നല്ലതെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ചിലർ എന്ത് ചെയ്യാറില്ല, അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കാറില്ല. അത് അങ്ങോട്ട് അംഗീകരിച്ച് വെറുതെ ചിലപ്പോൾ അവിടെ മൗനം പാലിക്കുകയായിരിക്കും. എന്നാലും ആ മൗനം പാലിക്കലും എന്താണ്, ഒരു അനുരൂപതയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്ന പെരുമാറ്റത്തെയാണ് എന്ത് പറയുന്നത്, അനുരൂപത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. സോഷ്യൽ കൺഫേമിറ്റി, സാമൂഹിക അനുരൂപത, സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പെരുമാറ്റത്തെ നമ്മുടെ മൂല്യങ്ങളെ, നമ്മുടെ മാനദണ്ഡങ്ങളെയൊക്കെ, മനോഭാവങ്ങളെയൊക്കെ നമ്മൾ മാറ്റുന്ന ആ ഒരു പ്രക്രിയക്കാണ് അനുരൂപത എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ടൈപ്സ് ചോദിക്കുന്നുണ്ട്. ടൈപ്സ് ഓഫ് കൺഫോമിറ്റി, അനുരൂപതയുടെ വിവിധ രൂപങ്ങൾ നമുക്ക്. ഒന്നാമത്തത് കോംപ്ലിയൻസ് ആണ്. കോംപ്ലിയൻസ് എന്ന് പറഞ്ഞാൽ അനുസരണയാണ്. ഇപ്പോൾ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്ത് ഈ അനുസരണ എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തികൾ എന്താ പറയുക, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സാമൂഹിക സമ്മർദ്ദത്തിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ പ്രതിഫലം നേടാനായിരിക്കും, അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ചെയ്യാറുണ്ട്, അനുസരണ കാണിക്കാറുണ്ട്. അതാണ് എന്ത് കോംപ്ലിയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ രൂപമാണ് എന്ത് ഐഡൻറ്റിഫിക്കേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു സാമൂഹിക സംഘത്തിൻ്റെ മൂല്യങ്ങൾ, താല്പര്യങ്ങൾ അംഗീകരിക്കുന്നതാണ് എന്ത് ഈ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ തിരിച്ചറിയൽ. അതാണ് അതിൻ്റെ മലയാളം, തിരിച്ചറിയൽ കേട്ടോ. ചില പ്രത്യേക വ്യക്തികളെപ്പോലെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന അതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും മൂല്യങ്ങളും നന്നായിട്ട് സ്വീകരിക്കാറുണ്ട്. അതാണ് എൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. ആ വ്യക്തിത്വം ഇഷ്ടപ്പെടുമ്പോൾ അത് പോലെ ആവാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ ഞാനും അങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് എന്ത് അനുരൂപതയുടെ ഭാഗമായിട്ടുള്ള തിരിച്ചറിയൽ അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ കേട്ടോ. രണ്ടെണ്ണമായില്ലേ, ഇതൊക്കെയാണ് കോംപ്ലിയൻസും ഐഡൻറ്റിഫിക്കേഷൻ. മൂന്നാമത്തത് ഇൻറ്റേർണലൈസേഷനാണ്, ആന്തരികവൽക്കരണമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ ഓരോ അംഗവും മറ്റംഗങ്ങളുടെ മനോഭാവം, അവരുടെ വിശ്വാസങ്ങൾ, കാഴ്ചപ്പാടുകൾ, മൂല്യങ്ങൾ എന്നിവ ഏറ്റെടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ഇൻറ്റേർണൽ. അതിന് അങ്ങോട്ട്
ആന്തരികവൽക്കരിക്കുക എന്നാൽ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കുക എന്നുള്ളതിനാണ് ഇൻറ്റേർണലൈസേഷൻ, ആന്തരികവൽക്കരണം എന്ന് പറയുക ശരിക്കും. അപ്പോൾ സാമൂഹിക സമ്മർദ്ദത്തിനനുസൃതമായിട്ട് സാമൂഹിക മൂല്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു പ്രക്രിയ, അതാണ് എന്ത് ഇൻറ്റേർണലൈസേഷൻ. അപ്പോൾ 3 മെയിൻ റീസൺസ് ആണ് അത്. ഏതൊക്കെയാണ്? കോംപ്ലിയൻസ് അല്ലെങ്കിൽ അനുസരണ, ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ തിരിച്ചറിയൽ, മൂന്നാമത്തത് ഇൻറ്റേർണലൈസേഷൻ അല്ലെങ്കിൽ ആന്തരികവൽക്കരണം. ഇത് കൂടാതെ ചില കാരണങ്ങൾ കൂടി ഉണ്ട്. നമുക്കത് നോക്കാം. എന്തൊക്കെയാണ് കാരണങ്ങൾ കൂടി നമുക്കിതിൻ്റെ കൂടെ പഠിക്കാണ്ട്. ഇതിൻ്റെ കൺഫോമിറ്റിയുടെ ഇതിപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? കാരണങ്ങളല്ല, അതിൻ്റെ രൂപങ്ങളാണ് അല്ലേ. ഇനി അതിൻ്റെ കാരണങ്ങൾ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് അത് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ്? ഡിഫൈൻ സോഷ്യൽ കൺഫോമിറ്റി, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്സ് ആൻഡ് ഇറ്റ്സ് റീസൺസ്. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ പറഞ്ഞു? കൺഫോമിറ്റി എന്താണെന്ന് പറഞ്ഞു, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ സോഷ്യൽ കൺഫോമിറ്റിയുടെ ടൈപ്സ് നമ്മൾ പറഞ്ഞു 3 കോംപ്ലിയൻസ്, ഐഡൻറ്റിഫിക്കേഷൻ, ഇൻറ്റേർണലൈസേഷൻ അല്ലേ. എന്നാൽ അനുസരണം, തിരിച്ചറിയൽ, പിന്നെ ആന്തരികവൽക്കരണം. ഇനി നമുക്കതിൻ്റെ റീസൺസ് ആണ്. എന്താണ് റീസൺസ് ഫോർ കൺഫോമിറ്റി? ആന്തരിക അനുരൂപതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് ഇൻഫോർമേഷണൽ ഇൻഫ്ലുവൻസ് ആണ്. ഇൻഫോർമേഷണൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വിവരസ്വാധീനം, അറിയാനുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുള്ള ആ ഒരു ജിജ്ഞാസ കൊണ്ടുണ്ടാകുന്നതാണ് ഇൻഫോർമേഷണൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ സ്വന്തം അറിവിനും വിശ്വാസങ്ങളിലും എന്തെങ്കിലും കുറവുണ്ട് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ എനിക്ക് അങ്ങനെ അറിവില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ആ വിവരം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റുള്ളവരെ ആശ്രയിക്കും, മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് ഞാൻ വിധേയമാകും അല്ലേ. അങ്ങനെ ജനങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പം അതെന്താണ്? ഇൻഫോർമേഷണൽ ഇൻഫ്ലുവൻസ് ആണ്. എന്തിനുള്ള കാരണമാണ്? അനുരൂപതയ്ക്കുള്ളൊരു കാരണമായിട്ട് അങ്ങനെയാണ് മാറുന്നത്. അതായത് എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം, അപ്പോൾ അതറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ഒന്ന് ആശ്രയിക്കണം. അത് അനുരൂപതയ്ക്ക് കാരണമാകും എന്നാണ്. രണ്ടാമത്തതെന്ന് പറയുന്നത് നോർമാറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. മാനദണ്ഡ സ്വാധീനം. നോർമാറ്റീവ് ഇൻഫ്ലുവൻസ്, മാനദണ്ഡ സ്വാധീനം എന്ന് പറഞ്ഞാൽ വ്യക്തികൾ അവരുടെ തന്നെ ഗ്രൂപ്പിലെ മറ്റുള്ളവരെ എങ്ങനെ അംഗീകരിക്കുന്നു എന്നതാണ് മാനദണ്ഡം. അപ്പം നമ്മൾ ഉൾക്കൊള്ളുന്നൊരു സമൂഹമല്ലേ, ആ സമൂഹത്തിൽ തന്നെ മറ്റുള്ളവർ നമ്മളെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, അതാണ് നോർമാറ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അനുരൂപത വർദ്ധിപ്പിക്കുന്ന അനുരൂപതയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇൻഫർമേഷണൽ ഇൻഫ്ലുവൻസും നോർമാറ്റീവ് ഇൻഫ്ലുവൻസും. വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മാനദണ്ഡങ്ങളുടെ സ്വാധീനത്താലും അനുരൂപത സംഭവിക്കും. ഇതുകൂടാതെ സോഷ്യലൈസേഷൻ ഒരു കാരണമാണ്. സാമൂഹ്യവൽക്കരണം അല്ലേ. നമ്മളപ്പോൾ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ നേടിയെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം അല്ലേ. ഇപ്പോൾ സമൂഹത്തിനിടയിൽ ഇടപഴകിയിട്ട് ആദ്യം കുടുംബത്തിൽ നിന്നൊക്കെ സോഷ്യലൈസേഷൻ കിട്ടും, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ മാനദണ്ഡം നേടിയെടുക്കുന്നതിലൂടെ ഒരു വ്യക്തി ശരിയായ പെരുമാറ്റം മനസ്സിലാക്കും. അപ്പോൾ സാമൂഹ്യവൽക്കരണത്തിന് കുടുംബം, വിദ്യാഭ്യാസം എന്നിവ തുടങ്ങിയ അനേക സ്ഥാപനങ്ങളുണ്ട്. അതിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിച്ചെടുത്തിട്ട് നമ്മുടെ പെരുമാറ്റത്തെ അതിനനുസരിച്ച് മാറ്റുമ്പോൾ അതും എന്തിന് കാരണമാകുന്നുണ്ട്? അനുരൂപതയ്ക്ക് കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് കാരണങ്ങൾ? ഒന്ന്, വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അല്ലേ അനുരൂപത സംഭവിക്കും. പിന്നെ മറ്റൊന്ന് എങ്ങനെയാണ്? നോർമാറ്റീവ് ഇൻഫ്ലുവൻസ്, മാനദണ്ഡങ്ങളുടെ സ്വാധീനം കൊണ്ട് അനുരൂപത സംഭവിക്കാം. കൂടാതെ സോഷ്യലൈസേഷൻ എന്തിനൊരു കാരണമാണ്? അനുരൂപതയ്ക്കൊരു കാരണമാണ്. അനുരൂപത എന്താണെന്ന് മനസ്സിലാക്കാൻ കേട്ടോ, എന്നാലേ കാരണം മനസ്സിലാവുകയുള്ളൂ. പിന്നെ മറ്റൊന്ന് സോഷ്യൽ കൺട്രോളാണ്, സാമൂഹിക നിയന്ത്രണം. വ്യക്തി ഒരു വ്യതിചലിക്കുന്ന സ്വഭാവമുള്ള ആളാണെങ്കിൽ ആ സ്വഭാവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിയന്ത്രണങ്ങളുണ്ടാവും ആ വ്യക്തിക്ക് അല്ലേ. ആളുകൾ നിയന്ത്രണങ്ങൾ വെക്കും. അപ്പോൾ അത് ലംഘിക്കാതെ എന്ത് ചെയ്യുക? ആ സമൂഹം പറയുന്നതനുസരിച്ച് ആ സമൂഹത്തിൻ്റെ കൺട്രോളിൽ വരികയാണെങ്കിൽ അതും എന്താണ്? അനുരൂപതയ്ക്ക് കാരണം. അപ്പോൾ സോഷ്യൽ കൺട്രോൾ, സോഷ്യലൈസേഷൻ, പിന്നെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ നിക്ഷിപ്ത താല്പര്യം, ചില പ്രത്യേക താല്പര്യങ്ങൾ. എങ്ങനെയാണ്? സമൂഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ വ്യക്തിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് എങ്കിൽ അവർ അനുരൂപ സ്വഭാവം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിരുദ്ധമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ആ സമൂഹത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. അതിൽ പറയുന്ന പെരുമാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. നേരെ മറിച്ച് എനിക്കെന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സമൂഹം തയ്യാറാവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങും അല്ലേ. അപ്പോൾ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിശ്ചിത താല്പര്യങ്ങൾ. പിന്നെ വരുന്നത് ഹയറാർക്കി ഓഫ് നോംസ് ആണ്. ഹയറാർക്കി ഓഫ് നോംസ് എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങളുടെ ശ്രേണി. അതായത് തനിക്ക് സമൂഹത്തിലുള്ള പങ്കനുസരിച്ചും താൻ ചെയ്യേണ്ട പ്രവൃത്തിക്കനുസരിച്ചും വ്യക്തികൾ നിലനിൽക്കണം എന്നാണ്. അതിൽ താൻ ആദ്യം ചെയ്യേണ്ട വേഷം ഏതാണ് തിരിച്ചറിയുക, അതിന് താഴെ അതിന് തൊട്ടടുത്ത് ഞാൻ ചെയ്യേണ്ട. ഇപ്പോൾ ഞാൻ അമ്മയാണെങ്കിൽ ഞാൻ അമ്മ റോള് നന്നായി ചെയ്യാം.
അത് കഴിഞ്ഞിട്ട് ഞാനൊരു ടീച്ചറാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അതവിടെ മാറ്റി വെക്കണില്ല, കാരണം ആ സമയത്ത് വേണ്ടാന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഒരു ടീച്ചറായിട്ട് ആ റോളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ നന്നായിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ചെല്ലുന്നത് എങ്ങനെയാണ്, ഒരു ഭാര്യയായിട്ടാണെങ്കിൽ അവിടെ ഞാൻ എൻ്റെ ഭാര്യയുടെ റോൾ. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് ഓരോ ഇടങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഓരോ സമയത്തും എന്തുണ്ട്, ഓരോ റോളുകൾ ചെയ്യാൻ. അപ്പോൾ അതിനൊരു ശ്രേണിയുണ്ട്. ആ ശ്രേണി അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഹൈറാർക്കി ഓഫ് നോംസ്. അവിടെയൊക്കെ നമ്മളിപ്പോൾ എന്താണ്, നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ചിലത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി സഹിക്കുന്നുണ്ട്, ഭർത്താവിന് വേണ്ടി സഹിക്കുന്നുണ്ട്, ഭാര്യയ്ക്ക് വേണ്ടി അപ്പോൾ അതൊക്കെ എന്താണ്, നോംസ്. എന്താണ് കൺഫേമിറ്റിയാണ്, അനുരൂപതയാണ് കേട്ടോ. സമൂഹത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ വ്യക്തിയിലുണ്ടാകുന്ന അനുരൂപത. അപ്പോൾ ഹൈറാർക്കി ഓഫ് നോംസ്, മാനദണ്ഡങ്ങളുടെ ശ്രേണി എന്താണ്, അനുരൂപതയ്ക്കൊരു കാരണമാണ്. പിന്നെ ഐഡിയോളജിയാണ്, പ്രത്യയശാസ്ത്രം. സമൂഹത്തിലെ ഉടനീളം പ്രചരിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. അത് അവരുടെ സ്വഭാവത്തിന് അംഗീകരിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ സൃഷ്ടിപരമായ പ്രത്യയശാസ്ത്രങ്ങൾ അനുരൂപ സ്വഭാവം നേടിയെടുക്കാൻ സഹായിക്കും. പ്രത്യയശാസ്ത്രം നിലവിലുള്ള വ്യവസ്ഥയിലുള്ള വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് അതായത് പ്രത്യയശാസ്ത്രം. ഓരോ സമൂഹത്തിനും ഓരോ വ്യക്തിക്കും ഓരോ പ്രത്യയശാസ്ത്രമുണ്ട്. ഞാൻ പറയില്ലേ, ഇപ്പോൾ നമ്മളൊക്കെ പറയില്ലേ, എൻ്റെ തീരുമാനം അതാണ്, ഞാനതിന്ന് അപ്പോൾ ആ തീരുമാനവും ആ അഭിപ്രായവും ആ വിശ്വാസവും എന്താണ്, എൻ്റെ പ്രത്യയശാസ്ത്രമാണ്. അപ്പോൾ അതേപോലെ ഒരു സമൂഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഒരു വ്യക്തിയുടെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി, ആശയത്തിന് വേണ്ടി മാറ്റാൻ കഴിയില്ല. പക്ഷേ വ്യക്തിക്ക് എന്ത് ചെയ്യാം, ആ സമൂഹത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് അതിൽ മാറ്റം വരുത്താം. അപ്പോൾ അത് അനുരൂപതയാണ്. അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ അത് അനുരൂപതയാണ്. അപ്പോൾ കാരണങ്ങൾ പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, മാനദണ്ഡങ്ങളുടെ സ്വാധീനം കാരണം, പിന്നെ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാമൂഹ്യവൽക്കരണം, സോഷ്യൽ കൺട്രോൾ, സാമൂഹ്യ നിയന്ത്രണം, പിന്നെ നിക്ഷിപ്ത താല്പര്യം, പിന്നെ മാനദണ്ഡങ്ങളുടെ ശ്രേണി, ഇപ്പോൾ പറഞ്ഞത് പ്രത്യയശാസ്ത്രങ്ങൾ അല്ലേ. ഇനി ആറാമതൊന്ന് പറയുന്നു, എന്താണ്, ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത് തിരിച്ചറിയുക, ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ. ഗ്രൂപ്പ് എന്താണോ ആവശ്യപ്പെടുന്നത് അത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഗ്രൂപ്പിന് വേണ്ടിയിട്ട്, നമ്മുടെ സമൂഹത്തിന്, ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് സമൂഹം, സമുദായം ഇതൊക്കെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയില്ലേ, അത് ഇന്ന ജാതിയിലാണ് നീ അത് ചെയ്യാൻ പാടില്ല, ഇന്ന മതത്തിലാണ്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് ഞാൻ അതിലാണെന്നുള്ളതുകൊണ്ടും ഞാനതിൽ വിശ്വസിക്കുന്നു എന്നുള്ളതുകൊണ്ടും നമ്മളത് സ്വീകരിക്കുന്നില്ല. അപ്പോൾ അതാണ് ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ, ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത് തിരിച്ചറിയൽ. ഏഴാമത്തത് യൂട്ടിലിറ്റിയാണ്, പ്രയോജനത്വം. സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് വേണ്ട മാനദണ്ഡം എന്തോ അതനുസരിച്ച് പെരുമാറുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, പ്രയോജനത്വം എന്ന അനുരൂപത, അല്ലെങ്കിൽ അനുരൂപതയ്ക്ക് പ്രയോജനത്വം ഒരു കാരണമാകും. എനിക്ക് പ്രയോജനമുള്ള ഇടങ്ങളിൽ, എനിക്ക് പ്രയോജനമുള്ള വിധത്തിൽ ഞാൻ പെരുമാറുമ്പോൾ അതെന്താണ്, എനിക്ക് പ്രയോജനത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നതാണ് അനുരൂപത എന്ന പെരുമാറ്റം അവിടെ സ്വീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ 7 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, 7 കാരണങ്ങൾ അനുരൂപതയ്ക്ക് നമ്മൾ എന്താണ് അനുരൂപത എന്ന് പറഞ്ഞു, അതിൻ്റെ 3 പ്രധാനപ്പെട്ട വിധങ്ങൾ പറഞ്ഞു, 7 തരം. ആദ്യത്തെ 2 കാരണങ്ങൾക്ക് പുറമെ 7 മൊത്തം 9 കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ഇതിന്ന് ചോദിക്കാൻ ഈ ഒരൊറ്റ യൂണിറ്റിൽ നിന്ന് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് പിന്നെ സോഷ്യൽ ഡീവിയൻസ്, സാമൂഹിക വ്യതിചലനം അഥവാ സാമൂഹിക വ്യതിയാനം. ഇതിന് നേരെ വിപരീതം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അതായത് സമൂഹത്തിൻ്റെ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടാത്തൊരവസ്ഥയാണെന്ത്, വ്യതിചലന സ്വഭാവമുള്ള ആൾ എന്നൊക്കെ നമ്മൾ അങ്ങനെ പറയാം. ഒരു നിശ്ചിത സമൂഹത്തിൻ്റെ പെരുമാറ്റ നിലവാരത്തിന് വിരുദ്ധമായ ഏത് പെരുമാറ്റവും എന്താണ്, വ്യതിയാന അല്ലെങ്കിൽ വ്യതിചലന സ്വഭാവമാണ്, അല്ലെങ്കിൽ വ്യതിചലനമാണ്, അല്ലെങ്കിൽ വ്യതിയാനമാണ്. അപ്പം അനുരൂപത എന്ന് പറഞ്ഞാൽ എന്താണ്, സമൂഹം എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് വ്യക്തിയുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തിയിട്ട് അതിനനുയോജ്യമായ വിധത്തിൽ ജീവിച്ചു പോകുന്നതാണ് അനുരൂപത. അതിനോട് അങ്ങോട്ട് താരതമ്യപ്പെട്ടു പോവുക. എന്നാൽ അതിന് നേരെ വിപരീതമാണ് വ്യതിചലനം. മാനദണ്ഡങ്ങൾ ഇഷ്ടപ്പെടാത്ത, അത് അംഗീകരിക്കാൻ തയ്യാറല്ലാത്തൊരവസ്ഥയ്ക്കാണ് വ്യതിചലനം, ഡീവിയൻസ് അല്ലെങ്കിൽ വ്യതിയാനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഡീവിയൻസ് ഉണ്ട്. ഡീവിയൻ്റ് ബിഹേവിയർ, വ്യതിചലന സ്വഭാവത്തിൻ്റെ വിവിധ രൂപങ്ങൾ. ഒന്നാമത്തത്, ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികവും ഭൗതികവുമായി സമ്പത്ത്, അധികാരം മുതലായ സാംസ്കാരിക ലക്ഷ്യങ്ങളോടുള്ള വ്യക്തിയുടെ പ്രചോദനം അല്ലെങ്കിൽ അനുസരണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും ലക്ഷ്യം വേണ്ടിയിട്ട് നമ്മൾ അവിടെ അംഗീകരിക്കാൻ തയ്യാറ്, അങ്ങനെ അംഗീകരിക്കാതെയും ഇരുന്നൂടെ, അപ്പോൾ അതെന്താണ്, അത് ഡീവിയൻസ് ആണ്. അപ്പോൾ എനിക്ക് ചില സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്, ചില ഭൗതിക സമ്പത്ത് കിട്ടണമെന്നുണ്ട്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അത് കിട്ടുന്നില്ല എങ്കിൽ എൻ്റെ എൻ്റെ ഉള്ളിലുള്ള സ്വഭാവത്തെ ഞാൻ പുറത്തെടുക്കുന്നൊക്കെ അറിയില്ല, അങ്ങനെ വരുന്ന ആ പെരുമാറ്റം കൊണ്ടുണ്ടാകുന്നതാണ് ഡീവിയൻസ്. അപ്പോൾ അതൊരു ഡീവിയൻസിൻ്റെ ഒരു രൂപമാണ്. ഇനി രണ്ടാമത്തത്, സാംസ്കാരിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള സ്ഥാപനപരമായ മാർഗങ്ങൾ എങ്ങനെ നേടാം എന്നതിലുള്ളൊരു വ്യക്തിയുടെ വിശ്വാസം. അതായത് ചില സ്ഥാപനങ്ങളുടെ പ്രവൃത്തികളെ നമ്മൾ എതിർക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ അത് രണ്ടുമാണ് ഡീവിയൻസ് ബിഹേവിയറിൻ്റെ 2 പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ, 2 വ്യതിചലന സ്വഭാവങ്ങൾ.
ഈ റോബർട്ട് കെ മേർട്ടനാണ് ഈ വ്യതിചലന സ്വഭാവം എന്ന് ഉള്ള ഒരു ആശയം ഏറ്റവും കൂടുതൽ വികസിപ്പിച്ചത്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വ്യതിചലന സ്വഭാവത്തിന് 4 തരത്തിലുള്ള പൊരുത്തപ്പെടലുകളുണ്ടെന്ന്. റോബർട്ട് കെ മേർട്ടൻ്റെ അഭിപ്രായത്തിൽ വ്യതിചലന സ്വഭാവത്തിന് 4 തരത്തിലുള്ള പൊരുത്തപ്പെടലുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഇന്നൊവേഷനാണ്, നവീകരണം അഥവാ പുതുമ കൊണ്ടുവരിക, നവീകരണം. എന്താണ് റോബർട്ട് കെ മേർട്ടൻ്റെ അഭിപ്രായത്തിൽ ഡീവിയൻസിൻ്റെ 4 പൊരുത്തപ്പെടലുകളിൽ ഒന്നാമത്തതാണ് ഇന്നൊവേഷൻ അഥവാ നവീകരണം. രണ്ടാമത് അദ്ദേഹം പറയുന്നത് റിച്വലിസമാണ്. റിച്വലിസം എന്ന് പറഞ്ഞാൽ ആചാരാനുഷ്ഠാനമാണ്. സമൂഹത്തിൻ്റെ സ്ഥാപിത സാംസ്കാരിക ലക്ഷ്യങ്ങളെ വിശ്വസിക്കാത്ത വ്യക്തികളുണ്ട്. അതായത് ആചാരാനുഷ്ഠാനങ്ങൾ അംഗീകരിക്കാത്തവരുണ്ട്. പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പലരും അംഗീകരിക്കാറില്ലല്ലോ, അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാറില്ല. അവിടെ എവിടെയെങ്കിലും അങ്ങനത്തെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവരങ്ങനെ മാറി വിട്ട് പോകാമെന്നല്ല, അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുക, അതിനോട് അങ്ങനെ ഇപ്പോൾ മാറി നിൽക്കുന്നതും എന്താണ് അവരുടെ ഒരു പ്രതിഷേധം തന്നെയല്ലേ. അപ്പോൾ അത് റിച്വലിസം. മൂന്നാമത്തെ അദ്ദേഹം പറയുന്നത് റിട്രീറ്റിസമാണ്, പിൻവാങ്ങൽ. സാംസ്കാരിക ലക്ഷ്യങ്ങളെയും ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള സ്വീകാര്യമായ മാർഗങ്ങളെയും നിരാകരിക്കുന്ന വ്യക്തികളാണ് പിൻവാങ്ങുന്നവർ. സംസ്കാരത്തിനൊരു ലക്ഷ്യമുണ്ടാവും, ആ ലക്ഷ്യം നേടുന്നതിൽ നിന്ന് വ്യതിചലിക്കുന്ന ആളുകൾ, അതിന് ഇഷ്ടപ്പെടാത്ത ആളുകൾ അതിൽ നിന്ന് പിന്മാറിപ്പോവും. അതിനെയാണ് പിൻവാങ്ങൽ എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡീവിയൻസിൻ്റെ അദ്ദേഹത്തിൻ്റെ പൊരുത്തപ്പെടലുകളിൽ ഒന്നെന്താണ്? ഒന്നാമത്തെ നവീകരണം, രണ്ടാമത്തത് റിച്വലിസം അഥവാ ആചാരാനുഷ്ഠാനം, മൂന്നാമത്തെ റിട്രീറ്റിസം അഥവാ പിൻവാങ്ങൽ, നാലാമത്തത് റെബല്യനാണ്, കലാപം. സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ മാനദണ്ഡങ്ങൾ മാറ്റി സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് റബൽസ്, വിമതരെന്ന് പറയും. നിലവിലുള്ള സാമ്യക്രമം മാറ്റുകയാണ് ഈ റബൽസിൻ്റെ ലക്ഷ്യം. അവരുടെ പ്രവർത്തനങ്ങളെ വ്യതിചലിക്കുന്ന പെരുമാറ്റമായിട്ട് കണക്കാക്കാം നമുക്ക്. കാരണം ചിലപ്പോൾ എന്താണ്, അവർ മാറ്റിയിട്ട് നല്ലൊരു കാര്യമായിരിക്കും സമൂഹത്തിൽ കൊണ്ടുവരിക, എന്നാലും എന്താണ് ആ സമൂഹം അപ്പം ആഗ്രഹിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്വഭാവമല്ലേ അവർ കാണിക്കുക. അപ്പോഴും അതും എന്തുതന്നെയാണ്? വ്യതിചലന സ്വഭാവമാണ് കേട്ടോ. ഇതാണ് വ്യതിചലന സ്വഭാവവും വ്യതിചലനവും അനുരൂപതയും 2 വ്യത്യസ്ത കോണുകളിലുള്ള 2 ആശയങ്ങളാണ്. ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിത് എന്തായാലും എഴുതി വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, താങ്ക്സ് കേട്ടോ. അങ്ങനെ കമൻറ്റുകളൊക്കെ വരും, അപ്പോഴെനിക്ക് തിരുത്തിയിട്ട് എന്നെ ഒന്ന് തിരുത്തിയിട്ട് നിങ്ങളോട് പറയാൻ കഴിയുള്ളൂ. വെറുതെ താങ്ക്സ് ഗുഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിലൊന്നും പറയാനില്ലല്ലോ. ഓക്കെ.